നമസ്കാരം. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച കുഞ്ഞിനായി നാടൊന്നാകെ കൈകോർത്ത് ചികിത്സാ സഹായം സമാഹരിക്കുന്നു. 1-2 ലക്ഷമൊന്നല്ല, 3 കോടി രൂപ പിരിച്ചെടുക്കുന്നു. അതിനുശേഷം അതാ പിരിവെടുക്കാൻ മുന്നിൽ നിന്നയാൾക്ക് കുടുംബത്തിൻ്റെ വക ഉപഹാരം. അതും ചെറിയ തുകയ്ക്കൊന്നുമല്ല, ഏതാനും ലക്ഷങ്ങളുടെ ഫുൾ ഓപ്ഷണൽ ഇന്നോവ ക്രിസ്റ്റയാണ് സമ്മാനിച്ചതെന്ന് സംഘാടകർ തന്നെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടു. ഇതോടെയാണ് കണ്ടുനിന്ന ജനമെല്ലാം പ്രതികരിച്ചു തുടങ്ങിയത്. മലപ്പുറം മുതുവല്ലൂരിൽ ഷാമിൽ മോൻ ചികിത്സാ സഹായ നിധി സ്വരൂപിച്ച ചാരിറ്റി പ്രവർത്തകൻ ഷമീർ കുന്നമംഗലം ഏതാണ്ട് 48 മണിക്കൂറോളം എയറിലായിരുന്നു. നന്മ മരമെന്ന് ഇതുവരെ സോഷ്യൽ മീഡിയ വാഴ്ത്തിപ്പാടിയവരെല്ലാം തള്ളിപ്പറഞ്ഞു. ഫാൻസിനെ ഉപയോഗിച്ച് ക്യാപ്സ്യൂളുകൾ ഇറക്കി ന്യായീകരിക്കാൻ നടത്തിയ ശ്രമമെല്ലാം തിരിച്ചടിച്ചു. ഇതോടെ നിരുപാധികം ഖേദം പറഞ്ഞ് കാറങ്ങ് തിരിച്ചു കൊടുത്തു. ഇന്നലെ വൈകിട്ടോടെ ഷാമിൽ മോന്റെ കുടുംബത്തെ ഏൽപ്പിച്ചു എന്നാണ് വിശദീകരണം. ചാരിറ്റിക്കായി ഓടി തൻ്റെ പഴയ കാറ് തേഞ്ഞെന്നും അതിനാൽ കാർ സ്വീകരിച്ചതെന്നുമായിരുന്നു ന്യായീകരണം. 12 ലക്ഷത്തിന് കിട്ടിയ യൂസ്ഡ് കാറാണ് സ്വീകരിച്ചതെന്നും ജസ്റ്റ് ഡെലിവേർഡ് എന്ന് ഫോട്ടോയിൽ കണ്ടത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നുമാണ് വിശദീകരണം. സമ്മാനമായ കാർ സ്വീകരിച്ച ചടങ്ങിൽ തന്നെ പഴയ കാറിന്റെ താക്കോൽ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമിനെ ഏൽപ്പിക്കുന്നത് കാണാമെങ്കിലും അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല. ചികിത്സയ്ക്കായി ശേഖരിച്ച തുകയിൽ നിന്നൊന്നും ചെലവഴിച്ചില്ല, ഇതുകൊണ്ടുമല്ല കാർ വാങ്ങിയതെന്നും രോഗിയുടെ കുടുംബം തന്നതാണെന്നും ഉള്ള വിശദീകരണം അവർക്ക് പോലും തിരിച്ചടിച്ചു. ഇങ്ങനെ ലക്ഷങ്ങളുടെ സഹായം നൽകാൻ ശേഷിയുള്ള കുടുംബമാണോ നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടിയത് എന്നാണ് അടുത്ത ചോദ്യം. ഇങ്ങനെയെല്ലാം ആകെ മൊത്തം വഷളായതോടെ ഗത്യന്തരം ഇല്ലാതെയാണ് ജാഗ്രത കുറവെന്ന് വിശദീകരിച്ച് തലയുരാനുള്ള ഷമീറിന്റെയും ഫാൻസിന്റെയും തീരുമാനം. കാർ സമ്മാനിച്ച വേദിയിൽ വെച്ച് തന്നെ അതങ്ങ് തിരിച്ചേൽപ്പിക്കണമായിരുന്നു എന്നാണ് നന്മ മരത്തിന്റെ പുതിയ വെളിപാട്. ഇത് കേട്ടാൽ തോന്നുക താൻ അറിയാതെ കുടുംബം അപ്രതീക്ഷിതമായി കാർ സമ്മാനിച്ചത് എന്നാണ്. എന്നാൽ അതല്ല സത്യം. ഫേസ്ബുക്കിലുള്ള വീഡിയോ കണ്ട അക്കാര്യം വ്യക്തമാകും. മുൻകൂർ പ്ലാനിട്ട് അനൗൺസ് ചെയ്തു തന്നെയാണ് MLA അടക്കമുള്ളവർ ചേർന്ന് താക്കോൽ നൽകിയത്. യാതൊരു സങ്കോചമോ ആശ്ചര്യവും ഇല്ലാതെയാണ് നന്മ മരം അത് കൈപ്പറ്റിയത്. നന്ദി അറിയിക്കുകയും പഴയ കാറിന്റെ താക്കോൽ ഏൽപ്പിക്കുകയുമായിരുന്നു. കേരളത്തിലെ CPMകാരുടെ പതിവ് പ്രയോഗമാണ് ഈ ജാഗ്രത കുറവ്. പാർട്ടി പ്രതിരോധത്തിലാകുന്ന വിഷയത്തിലെല്ലാം അതിൽ നിന്ന് തലയൂരാനോ ആരോപണ വിധേയനെ പുറത്താക്കുമ്പോൾ ന്യായീകരണത്തിനോ ആണ് ഇത് പ്രയോഗിക്കുക. EP ജയരാജൻ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിയപ്പോഴും മലയാളികൾ ഇത് കേട്ടിട്ടുണ്ട്. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ നിന്നും ദേശാഭിമാനി 1 കോടി വാങ്ങിയത് വിവാദമായപ്പോൾ ജയരാജൻ അത് ജാഗ്രത കുറവുണ്ടായി എന്നാണ് വിശദീകരിച്ചത് പാർട്ടി. ഒടുവിൽ ആ തുക തിരികെ കൊടുപ്പിച്ചു. പാലക്കാട് PK ശശി ഉൾപ്പെട്ട ഫണ്ട് വിവാദം പുറത്തായപ്പോഴും ഈ ജാഗ്രത കുറവാണ് എന്നാണ് CPM വിശദീകരിച്ചത്. എന്തായാലും CPMന്റെ സ്ഥിരം പല്ലവിയായി മാറിയിരിക്കുകയാണ് ഈ ജാഗ്രത കുറവ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.